സ്വന്തം ഫ്രസ്ട്രേഷൻസ് മക്കളോട് കാണിക്കുന്ന അമ്മമാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. മിക്ക സ്ത്രീകളും അവരുടെ ഫ്രസ്ട്രേഷൻസും സങ്കടങ്ങളും ഒക്കെ തീർക്കുന്നത് തിരിച്ച് പ്രതികരിക്കാനാവാത്ത അവരുടെ മക്കളോടാണ്. ഓരോ പ്രാവശ്യവും അവരുടെ സങ്കടങ്ങളും ഫ്രസ്ട്രേഷൻസും ഒക്കെ മക്കളോട് തീർക്കുമ്പോൾ ഒരു താൽക്കാലിക സമാധാനം കിട്ടുന്നുണ്ടാവും. എന്നാൽ ഇത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു ട്രോമ തന്നെയാണ്. അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ബിഹേവിയർ, കൊഗ്നിറ്റീവ് ഫങ്ഷൻസിനെയൊക്കെ ഇത് സാരമായി തന്നെയാണ് ബാധിക്കുന്നത്. ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് കാലക്രമേണ ഫിയറും ആൻസൈറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായി കാണപ്പെടാറുണ്ട്. അമ്മയാണ് ഒരു കുഞ്ഞിൻ്റെ പ്രൈമറി കെയർ ഗിവർ. അമ്മയിലൂടെയാണ് കുഞ്ഞ് ലോകത്തിനെ കാണുന്നതും ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും. ഇങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അഡൽട്ട്ഹുഡിലെത്തുമ്പോൾ അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ അവർ മടിക്കുന്നു. അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീലിങ്ങും ലോൺലെസ്സും ഉണ്ടാകുന്നു. ഇതെല്ലാം ഭാവിയിൽ അവരുടെ റിലേഷൻഷിപ്പിനെയും ബാധിക്കുന്നു. പതുക്കെ പതുക്കെ അമ്മ ഒരു ടോക്സിക് റിലേഷൻ ആകുകയും അമ്മയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുകയും കമ്മ്യൂണിക്കേഷൻ കുറയുകയും ചെയ്യുന്നു. നമ്മുടെ ഫ്രസ്ട്രേഷൻസും ഇമോഷൻസും ഒന്നും ദേഷ്യ രൂപത്തിൽ കാണിക്കേണ്ട ഇടമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അതിനുള്ള തെറാപ്പീസും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുത്ത് വീട്ടിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാം.